UAPA അഥവാ അൺലോഫുൾ ആക്ടിവിറ്റീസ് പ്രിവെൻഷൻ ആക്ട് എന്നത് ഒരു കരിനിയമമാണ്. കിരാതമായ ഒരു ആൻറ്റി ടെറർ ലോയാണ്. തീവ്രവാദത്തെ ചെറുക്കാനും തീവ്രവാദികൾക്കെതിരെ ഉപയോഗിക്കാനും വേണ്ടിയാണ് 1967 UAPA നിയമം പ്രാബല്യത്തിൽ കൊണ്ടുവന്നത്. എങ്ങനെയാണ് ചുമരുകളിൽ പോസ്റ്ററുകൾ ഒട്ടിക്കുന്നവർ തീവ്രവാദികളാകുന്നത്? എങ്ങനെയാണ് വിമർശകർ, എഴുത്തുകാർ, അധ്യാപകർ, മാധ്യമപ്രവർത്തകർ, മനുഷ്യാവകാശ പ്രവർത്തകർ തീവ്രവാദികളാകുന്നത്? എങ്ങനെയാണ് സമരവും രാഷ്ട്രീയ പ്രവർത്തനവും ഭീകരവാദമാകുന്നത്? സ്വന്തം രാജ്യത്തെ പൗരന്മാരെ കൂട്ടമായി തീവ്രവാദികളായി മുദ്രകുത്തുകയും തടവിലിടുകയും ചെയ്യുന്ന ഒരേ ഒരു ഗവൺമെന്റ് മാനവിക ചരിത്രത്തിൽ ഇന്ത്യ അല്ലാതെ മറ്റൊന്നുണ്ടോ എന്നത് സംശയമാണ്. മോദി സർക്കാരിന് വഴങ്ങാതെയും വലതുപക്ഷ തീവ്ര ഹിന്ദുത്വ പ്രൊപഗാൻഡയുടെ പരിധിയിലേക്ക് പോകാതെയും നിന്ന മാധ്യമ പ്രവർത്തകരെയാണ് UAPAയിൽ ഏറ്റവും കൂടുതലായി വേട്ടയാടിയത്. ന്യൂസ് ക്ലിക്ക് സ്ഥാപകനും എഡിറ്റർ ഇൻ ചീഫുമായിരുന്ന പ്രബീറിനെയും അദ്ദേഹത്തിന്റെ HR ഹെഡായ അമിത് ചക്രവർത്തിയെയും UAPA ചുമത്തുകയുണ്ടായി. ഇന്ത്യ ഗവൺമെന്റിനെതിരെ ചൈനീസ് ഫണ്ട് ഉപയോഗിച്ച് വാർത്ത കൊടുത്തു എന്നൊക്കെയുള്ള ആരോപണങ്ങളിലാണ് UAPA ചുമത്തിയത്. 2020 ഹത്രാസ് കൂട്ടബലാത്സംഗ വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ UPയിലേക്ക് പോയ മാധ്യമ പ്രവർത്തകനായ സിദ്ദീഖ് കാപ്പനെയും UAPAയുടെ കീഴിൽ അറസ്റ്റ് ചെയ്യുകയുണ്ടായി. 26 മാസമാണ് അദ്ദേഹം ജയിലിൽ ട്രയൽ കാത്തു കിടന്നത്. ഒടുക്കം കാപ്പൻ കുറ്റക്കാരനല്ലെന്ന് കോടതി കണ്ടെത്തുകയുണ്ടായി. കശ്മീരിലെ സിവിൽ അൺറസ്റ്റ് തുടർച്ചയായി റിപ്പോർട്ട് ചെയ്തിരുന്ന ആസിഫ് സുൽത്താൻ എന്ന മാധ്യമ പ്രവർത്തകൻ, ദി കാശ്മീർ വാല എന്ന മാധ്യമ സ്ഥാപനത്തിന്റെ ഫൗണ്ടറായ ഫഹദ് ഷാ, സജാദ് ഗുൽ, മനൻ ഗുൽസാർ, ഇർഫാൻ മെഹ്റാജ്, ജാർഖണ്ഡിൽ നിന്നുമുള്ള സ്വതന്ത്ര മാധ്യമ പ്രവർത്തകൻ രൂപേഷ് കുമാർ, അങ്ങനെ എത്രയോ മാധ്യമ പ്രവർത്തകരെ മോദി ഗവൺമെന്റ് UAPAയിൽ വേട്ടയാടി. ഇന്നലെ വരെ പ്രീസ്റ്റും അധ്യാപകരും വിദ്യാർത്ഥികളും മാധ്യമ പ്രവർത്തകരുമായിരുന്നവർ ഒരു നേരം പുലരുമ്പോൾ ഭീകരവാദിയായി ജയിലിലാകുന്ന ഇന്ത്യയാണ് മോദിയുടെ ഇന്ത്യ.